ഹേ ഗായ്സ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണോ? ഞാൻ ഇന്ന് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് പോലെ തന്നെ ബാഗൊക്കെ ആയിട്ട് ചെറിയൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് കുറ്റുമ്പറച്ചിറങ്ങിയിരിക്കുകയാണ്. ബാഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നാട് വിട്ടു പോകുന്ന ഒരു അനുഭൂതി ഉണ്ടെന്നുണ്ടെങ്കിലും അത് തികച്ചും യാദൃശികമാണ്. കാരണം ഞാൻ വെറും രണ്ട് ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. 3 നൈറ്റ്സ് 2 ഡേയ്സ്. പിന്നെ കൈ കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ബാഗിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ സ്വന്തം കുളുക്കുമലൈ അങ്ങനെ തന്നെയല്ലേ പറയാം. എന്തായാലും ഇവിടുന്ന് കോഴിക്കോട് നിന്ന് നേരെ മൂന്നാറിന്ന് സൂര്യനെല്ലിന്ന് കൊളുക്കുമലൈ, അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് സൂര്യനെല്ലി, കൊളുക്കുമലൈ, സൂര്യനെല്ലി, മൂന്നാറ്, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇരവികുളം നാഷണൽ പാർക്ക്, പിന്നെ മൂന്നാറ്, അവിടെ തിരിച്ചിങ്ങോട്ട് കോഴിക്കോടേക്ക്. പണ്ടൊക്കെ അമ്മയുടെ കൂടെ ഞങ്ങളെ വീടിന്റെ ബാക്കിലൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ വിറക് എടുക്കാനായിട്ട് ഇങ്ങനെ മല കയറി ആ ഒരു എക്സ്പീരിയൻസ് മാത്രമാണുള്ളത്. ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ട്രെക്കിങ് ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം കുറെ കാലമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദൂരെ എവിടെയെങ്കിലും ട്രെക്കിങ്ങിന് പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് അതിന്റെ ഒരു സമയം വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിന്റെ സിസ്റ്ററിന്റെ മോളും ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് KSRTC സ്റ്റാൻഡിൽ KSRTC ബസ്സിലാണ് പോകുന്നത്. ഞാനിപ്പോൾ വീട്ടിലാണ്. ഇവിടുന്ന് നേരെ KSRTC സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നേരെ ബസ് പിടിച്ചിട്ട് നമ്മൾ മൂന്നാറിലേക്ക് യാത്ര ചെയ്യാവുകയാണ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ അറിയാം. സോ വെൽക്കം ടു നിത്യ ദി അൺഫിൽറ്റേർഡ്. ഒരാവേശത്തിന് വലിയ ബാഗ് എടുത്ത് കുടിക്കുന്ന തോന്നുന്നേ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോനാണ് കേട്ടോ പോകുന്നത്. എൻ്റെ വീട് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്കാണ് നസ്രത്തിന്റെ വീട്. അപ്പോൾ പോകുമ്പോൾ അവളെയും കൂട്ടിയിട്ട് അങ്ങനെ നേരെ പോകണം. അത് ശരിക്കും ഒരു മണ്ടത്തരായി പോയി. ഇരുട്ടാണ് കേട്ടോ, കാണൂല, ഇവിടെ ലൈറ്റ് ഇല്ല. ഓട്ടോ വിളിച്ച് പോകാന്നുള്ളത് ശരിക്കും ഒരു മണ്ടത്തരായി പോയി. കാരണം ചോദിക്കുന്ന പൈസയായിരിക്കും. ഇപ്പോൾ 10 മണി ആവാനായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വേറെ രക്ഷയില്ല, അതുകൊണ്ട് ക്ഷമിക്കുക. ഇവിടെ മൊത്തം ഇരുടാണ്. ഞാൻ റോഡിന്റെ മേലേക്ക് എത്തുന്നേ ഉള്ളൂ. ഇനി എന്നാല് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് അറിയാം കേട്ടോ. ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടുമെന്ന് നോക്കട്ടെ എന്നല്ലേ. ആ, ഞങ്ങളിവിടെ സ്റ്റാൻഡിലെത്തിട്ടോ. ഇനി ഭക്ഷണം എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഒരു ശല്യമില്ലാതെ ഞാൻ എടുക്കൂട്ടോ. ഞങ്ങളിവിടെ ഒരു AC ഹാളില് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അതോടെ പുതിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. AC ഹാള് ഒരാളിവിടെ കാര്യമായിട്ട് എന്തോ ചിന്തിച്ചോണ്ടിരിക്കുകയാണ് എന്ന് തോന്നല് വേണ്ട. സീരിയല് കാണുന്നത്, കഷ്ടപ്പെട്ട് സീരിയല് കാണാം. അങ്ങനെ KSRTC തനി സ്വഭാവം 10:50 എത്തേണ്ട ബസ് ചുരത്തിരിക്കുന്നു, ഇങ്ങോട്ട് എത്തില്ല. ഇനി ഇവിടുന്ന് അവിടെ എത്തുന്നത് വരെ ഫുള്ള് ബ്ലോക്കാണ്. 10:30-ക്കാണ് ഞങ്ങൾക്ക് മൂന്നാറിന് സൂര്യനെല്ലിക്ക് ബസ്. ഒരു 10:25-എങ്കിലും അവിടെ എത്തിയാൽ വിചാരിച്ച പോലെ സ്ഥലങ്ങൾ
എന്റെ അമ്മോ, ഒരു വിധം ഇവിടെ എത്തിട്ടോ. തല നല്ല വേദനിക്കാൻ തുടങ്ങി. കാരണം ഞാൻ സൈഡ് സീറ്റ് അതിന്റെ വ്യൂ ഇങ്ങനെ പിടിച്ചു വരികയായിരുന്നു. പക്ഷെ അത് തലയ്ക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അപ്പൊ നല്ല തലവേദന. പിന്നെ ഉറക്കത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പറയണ്ട. കഴുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. കഴുത്തും നടുവും കാലും ഒക്കെ വേദനയാണ്. കുറച്ചു നേരം കൂടെ ബസ്സിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വാള് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രഷപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ നോക്കി ഇറങ്ങിയതാണ്. ഇവിടെ റൂമൊന്നും ഇല്ല കേട്ടോ ഫ്രഷപ്പ് ആവാനായിട്ട്. സൈഡില് ചെറിയൊരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് തൽക്കാലം യൂറിനൊക്കെ ഒന്ന് പാസ് ചെയ്ത് ഇവിടെ സൈഡിൽ നിന്നിട്ട് ഞങ്ങള് ബ്രഷ് ചെയ്തു. ഇനി ഒന്ന് പോയിട്ട് ചായ കുടിക്കട്ടെ. 8:45 ഞങ്ങൾക്ക് ഇവിടുന്ന് ബസ് ഉണ്ട് എന്ന് പറയുന്നു. പിന്നെ ഇനി സത്യമാണോന്ന് അറിയില്ല. കാരണം ഓട്ടോക്കാരും ജീപ്പുകാരും ഒക്കെ റാഞ്ചാൻ വേണ്ടിയിട്ട് നിൽക്കാണ്. എന്തായാലും നോക്കട്ടെ. കലൈവാണി ടീ സ്റ്റാള്, അവിടെ പോയിട്ട് ചാടിക്കും. ഈ 2 സ്ത്രീകളെ പുറം മാത്രം കാണിച്ചാൽ മതി പറഞ്ഞു. നോക്കണ്ട ഈ പെണ്ണുമ്പിള്ള നാടായ നാടൊക്കെ ട്രക്കിങ് പോവാറുണ്ട് കേട്ടോ. അപ്പൊ ഒരു ധൈര്യത്തിന് വേണ്ടിട്ട് ഇതിനെ കൂട്ടിയത്. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് വരാന്നായിരുന്നു പ്ലാന്. പിന്നെ അവസാനം ധൈര്യം ചെറുതായിട്ടൊന്ന് ചോർന്നു പോയി. അപ്പൊ ഇന്നത്തെ പ്ലാന് ഞാൻ പറഞ്ഞത് എന്തായാലും നമ്മളെ ഒരു ട്രിപ്പ് അടിക്കാം. ചേർന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഒരു ട്രിപ്പ് അടിക്കാന്നുള്ള പ്ലാൻ എ ആണ് ഇപ്പൊ തൊപ്പി മേടിച്ചത്. ഇനി അടുത്ത പ്ലാൻ നോക്കാം. ഞങ്ങള് ഒരു ട്രിപ്പ് അടിക്കാന്നുള്ള ഒരു ഇൻസ്റ്റാ പേജിന്റെ പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. ഇവളെ വിശ്വസിച്ച് ഞങ്ങൾ വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വരാന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ സോക്സ് വേണ്ട. താങ്ക് യു. ഞാൻ ഒറ്റയ്ക്ക് വരാന്നായിരുന്നു കേട്ടോ വിചാരിച്ചത്. പിന്നെ ഒരു ധൈര്യത്തിന് വേണ്ടിട്ട് ഇതിനെ കൂട്ടിയത്. അതാകുമ്പോ നാട് മൊത്തം ടെന്റ് നല്ല ശീലമുള്ളതുണ്ട്. ഇപ്പൊ ഇന്നത്തെ പ്ലാന് 2 മണിക്ക് ചെക്കിനാണ്. ഇപ്പൊ സമയം 8:30 ആയിട്ടേ ഉള്ളൂ. ഇവിടുന്ന് 8:40 ബസ് ഉണ്ട് എന്നാണ് പറയുന്നത് സൂര്യനെല്ലിക്ക്. അവിടെ എത്തിയിട്ട് നമ്മള് ക്യാമ്പില് 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യുന്നു കേട്ടോ. 4 മണിക്ക് വെൽക്കം ടീ. അപ്പൊ 2 മണിക്കൂർ വെറുതെ ഇരിക്കാൻ സമയം. പിന്നെ 5 മണിക്ക് ഈവനിങ് സൺസെറ്റ് സെറ്റ് ട്രക്കിങ്, ആനയിറങ്ങൽ ഡാം വ്യൂ. ആരനെ കാണൂലേ? ആനനെ കാണുന്നു പോയി നോക്കാം. പിന്നെ 7 മണിക്ക് തിരിച്ച് ക്യാമ്പിൽ എത്തുന്നു. 7:20 ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക്. 9 മണിക്ക് ഡിന്നർ അൺലിമിറ്റഡ് ഫുഡ് വിത്ത് ആൽക്കഹോൾ. നോ ആൽക്കഹോൾ. ഫുഡ് ചപ്പാത്തി, ചിക്കൻ ഗ്രേവി, ഗീ റൈസ്, ദാല്, ഓനിയൻ റൈത്ത, ചിക്കൻ 65 ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു പൊടി ബസ് ഇപ്പൊ വരെയായിരിക്കും. എന്നാലും തൽക്കാലം ഇവിടെ ഇങ്ങനെ വായം പൊളിച്ച് നോക്കിക്കാല്ലേ. ഞാൻ മുഖത്ത് സ്റ്റിക്കർ ഒട്ടിച്ച് ഒട്ടിക്കേണ്ടി വരും. ഞാൻ അങ്ങനെ മറച്ചു വെക്കതാ. ഓക്കെ സെറ്റ്. സമയം ഇങ്ങനെ കടന്നു പോവാന്നല്ലാതെ ബസ്സൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. 8:40 ബസ് വരുന്ന വന്നിട്ട് ഞങ്ങളിവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. തലയൊക്കെ കയറ്റി വെച്ച് റെസ്റ്റ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ബസ്സും 10:50 കോഴിക്കോട് നിന്ന് എടുക്കുന്ന ബസ്സാണ്. പക്ഷെ ബസ് വന്നത് 12 മണി 12:15 ആ ഒരു ടൈമില് ചുരത്തില് ബ്ലോക്ക് ആയിട്ട്. പിന്നെ പൂജന്റെ ഒക്കെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ വരുന്ന വഴിക്കൊക്കെ ബ്ലോക്ക് ഉണ്ട് എന്നായിരുന്നു ഒരു ഫ്രണ്ട് പറഞ്ഞത്. പക്ഷെ ഭാഗ്യവശാല് ഞങ്ങൾ വരുന്ന വഴിക്ക് ബ്ലോക്ക് ഇല്ലായിരുന്നു. സുഖസുന്ദരായിട്ടും ഇവിടെ എത്തി. ഇവിടെ എത്തുന്ന സമയം 5 മണിയായിരുന്നു.
ഒരു കണക്കിന് ലേറ്റ് ആയത് നന്നായി. കാരണം ഏകദേശം ഒന്ന് വെളിച്ചം വന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത്, 7:15 അപ്പൊ അത്ര സമയം കൂടെ അങ്ങനെ കിട്ടിയല്ലോ, അതായത് ലാഗായിട്ട് കിട്ടിയല്ലോ, അപ്പൊ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ആ ബസ്സിലെ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നതേ ഗട്ടറൊക്കെ ഒരു കോപ്പാ പോണതില്ലേ, തുള്ളി ചാടിയിട്ടെല്ലാം കൂടെ ആൾക്ക് ഗട്ടറൊന്നും കണ്ണു കാണില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു 2-3 തവണ പേടിച്ചു, ഇയാൾ ഉറങ്ങിപ്പോവാണോ കാണാത്തോണ്ടാണോ, ഗട്ടറാന്നുള്ളൊരു മഴ ഉണ്ടല്ലോ, ഒരു പോക്ക് അങ്ങോട്ട് പോവാ, തുള്ളി ചാടി എങ്ങനെയൊക്കെയോ. ഉറക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാനും പിന്നെ കുറച്ച് ഉറങ്ങി, നസ്രത്ത് ഒട്ടും ഉറങ്ങിയിട്ടില്ല. പിന്നെ ജന്നത്താണെന്നുണ്ടെങ്കിൽ കൂർക്കം വലിച്ച് ഉറങ്ങണ്ടായിരുന്നു, അത് നന്നായിട്ട് ഉറങ്ങി. ഇനിയിപ്പോ ക്യാമ്പിൽ എത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. അതിന്റെ മുമ്പേ ഇപ്പൊ ബസ് നോക്കി ഇങ്ങനെ ഇരിക്കുക, ബസ് വന്നാലേ അതിൽ കയറി പോവാ. ഒരു സൈഡ് സീറ്റ് എനിക്ക് തരുമോ? എന്റെ പക്കം ഞാന് എന്തായാലും അയ്യോ ഞങ്ങള് 7:15 ഇവിടെ എത്തിയിട്ടുണ്ട്. 7:15 ഇവിടെ എത്തിയിട്ട് 8:30 ബസ് ഉണ്ട്. 8:15 ആദ്യം ബസ് ഉണ്ട് പറഞ്ഞു, പിന്നെ 8:45 ഉണ്ട് പറഞ്ഞു, 9:15 ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ സമയം എത്രയായി? 9:51. അവസാനം ഞങ്ങള് ഒരു ഷെയറിങ് ജീപ്പ് കിട്ടി, പെർ ഹെഡ് 100 രൂപ ഇവിടുന്ന്. അപ്പൊ അതിനകത്ത് കേരള മറ്റേ ബസ് പോണ ട്രെയിനി ബസ് എപ്പോഴൊക്കെ ഉള്ളതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. ശരിക്കും ഇവിടുന്ന് ഒരു ട്രാൻസ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും. നമ്മൾ എത്ര നേരം ഇരുന്ന് മടുത്തു. അവസാനം ജീപ്പിന് ചോദിച്ചപ്പല്ലേ 3 ആൾക്കാർക്ക് 1500 രൂപ ചോദിച്ചാൽ അതേ സ്പീഡിൽ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പൊ കുറച്ച് വേറെ പയ്യന്മാരെ കിട്ടിയിട്ടുണ്ട്, അവര് ക്യാമ്പിനാണ്, വേറെ എന്തോ ക്യാമ്പ്. അങ്ങനെ ഷെയറിങ്ങില് ഒരാൾക്ക് 100 രൂപ. വേറെ ഒന്നും നോക്കില്ല, ചാടി കണ്ട് കയറി. ഇനി സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് നല്ല ആസ്വദിച്ചിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകാം. അയ്യോ ഓക്കെ. ഞങ്ങളിവിടെ ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം സൂര്യനെല്ലി എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ ഉണ്ടെന്നാ തോന്നുന്നത്. ഇവിടുന്ന് എങ്ങോട്ട് എങ്ങനെ പോവാന്ന് അറിയില്ല. ഫുഡ് ഇവിടുന്ന് പാർസൽ വാങ്ങിയിട്ട് അങ്ങോട്ട് പോകും, കാരണം അവിടെ റെസ്റ്റോറന്റ് ഒന്നുമില്ല. സമയം ഒരു 11 മണി ആയിട്ട് 11 മണി ആയിട്ടുള്ളൂ. ഇവിടുന്ന് എന്തായാലും ഇപ്പൊ കഴിച്ചു പോകാൻ പറ്റാം. ഫുഡ് എവിടെയെങ്കിലും തൽറയോ നല്ല സൂപ്പർ ഓംലേറ്റ്. പൊറോട്ടയ്ക്ക് എന്താ കറി? വെജാ? പൊറോട്ട ഓംലേറ്റ് നല്ല കോമ്പിനേഷൻ. എന്താ അറിയില്ല, എവിടെ പോയാലും ഗതികേടാണ്. കാത്തുനിന്ന് മടുത്തു. ഒരു 3 പൊറോട്ടയും എന്താ പറയാ ഒരു 2 ഓംലെറ്റ് ഇത് കിട്ടാനാണ് ഇവിടെ എന്താ പറയാ പറഞ്ഞ പോലെ ഇന്ദ്രജിത്ത് പറഞ്ഞ പോലെ മറ്റേ മന്ത്രിന്റെ ശുപാർശ കത്തൊക്കെ കൊണ്ടുവന്നിട്ട് വേണം തോന്നുന്നു കൊടുക്കാൻ. 3 പൊറോട്ടയ്ക്ക് പറഞ്ഞിട്ട് 15 മിനിറ്റ് ഒന്നല്ല 20 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഓ, ഒരു ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ് മെല്ലെ പൊറാട്ടപ്പം ഇങ്ങോട്ട് ആക്കിയിട്ടുള്ളൂ. ഇനിതാ മുട്ടയ്ക്ക് പറഞ്ഞിട്ട് മുട്ടയാവുന്നുണ്ട്. അവിടെ പോയിട്ട് അപ്പത്തിന് ഇതേപോലെ 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. ഇവിടെ ഭയങ്കര സ്ലോ ആണ്. അല്ല കിട്ടി ചാറ് വേണ്ട, നിന്നോട്ടെ.
വെറൈറ്റി ഓട്ടാണ്, വെറൈറ്റി ഓട്ടമാണ്. തള്ളിയാലാണ് പോവുള്ളൂ. അവിടെ എത്തിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് തള്ളേണ്ടി വരും. മാനേജോ ആണോ? ആണ്. എവിടെ? പാരാഗ്ലൈഡിങ്, പാരാഗ്ലൈഡിങ് അതെവിടെ ഉണ്ട്? സിപ്പ് ലൈഡ് എവിടെ? നിർത്തിയാ? ചേട്ടാ ഇത് ശരിക്കും കേരളാണോ തമിഴ്നാടാണോ? ഞാന് ശരിക്കും തൊടുപുഴക്കാരനാണ്. അല്ല ഈ സ്ഥലം ഇത് കേരള. കേരള. ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ തമിഴ്നാട് ബോർഡർ കോടിമട്ട്. ഈ റൂട്ടാണോ? ആ ഈ വഴി. ആ തമിഴ്നാട്. ഞങ്ങള് അതിസാഹസികമായിട്ടുള്ള യാത്രയാണ്. ആദ്യം ജീപ്പ്, പിന്നെ ഓട്ടോ. KSRTC അതായിരുന്നു ഏറ്റവും വലിയ സാഹസികത. ഫുള്ള് ഗട്ടറിലൊക്കെ ചാടി മറിച്ചിട്ട്. ഞങ്ങള് കോഴിക്കോട് കേട്ടോ. ഇവിടുന്ന് കൊറേ ദൂരം ഉണ്ട്. ഓക്കെ, നടന്നു പോവാം. അവിടെ കാണുന്നതാണ് നേരങ്ങും ഡാം. ഞങ്ങക്ക് വൈകുന്നേരം അങ്ങോട്ടാണ് ട്രക്കിങ്ങിന് പോകാനുള്ളത് കേട്ടോ. പക്ഷെ അവിടെ എങ്ങനെ ട്രക്കിങ്ങിന് പോകാനുള്ള നിരന്ന സ്ഥലല്ലേ? എന്തായാലും നോക്കാം. ഇവിടെ ഇനി കുറച്ചങ്ങോട്ട് നടക്കണം. അവിടെ കുറച്ച് ദൂരെയാണ് നമ്മളെ ക്യാമ്പ് ഉള്ളത്. ഇതില് 2 ലേഡീസ് എൻ്റെ കൂടെ ഉള്ളത്. മുന്നിൽ കാണുന്ന പയ്യന്മാരൊക്കെ വഴിയിൽ നിന്ന് കിട്ടിയാണ്. ഞങ്ങളുടെ സെയിം ക്യാമ്പിലേക്ക് തന്നെയാണ് അവർ കേട്ടോ. ഓക്കെ, നസ്വത്ത് ഒരു ബായ് പറഞ്ഞോ. മുഖം കാണൂല. ഹായ് പറഞ്ഞോളൂ. ബായ് ആയില്ല, എന്തായാലും ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ്. ഇവിടെ അട്ടുണ്ട് എന്നാണ് കേട്ടൊരറിവ്. അത് കേട്ടപ്പോ മുതൽ കാലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓട്ടോക്കാരൻ പറഞ്ഞു ക്ലിനിക് പ്ലസ് തേച്ചിട്ടുണ്ടെങ്കിൽ അട്ട കടിക്കൂല എന്നുള്ളത്. പക്ഷെ ഇപ്പൊ അത് വാങ്ങാനായിട്ടൊരു നിവൃത്തിയില്ല. ഞങ്ങള് ഒരു എന്ത് അപ്പൊ ഇവിടെ ക്ലിനിക് പ്ലസ് ഒന്നും വാങ്ങാനായിട്ട് കടകളൊന്നും ഇല്ല. തൽക്കാലം വല്ല വാസ്ലിനോ സൺസ്ക്രീനോ ഒക്കെ തേച്ചിട്ട് ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ എടാ ഇതെന്താടാ? ഇത് ഏലക്കായാണോ? എടാ പറയടാ, അത് ഏലക്കായാന്ന് തോന്നുന്നുണ്ട്. ഇതെന്താ സാധനോ? ഏലക്കായ തന്നെയല്ലേ ഇത്? നല്ല രസമുണ്ട് ഇതിന്റെ നടുവ് കൂടെ നടക്കാന്. അടിപൊളിയായിട്ടുണ്ട്. അയ്യോ, ഇപ്പൊ കാലിന്റെ മേലെ കൂടെ ഫയർ ചെയ്തിരുന്നു ഏലക്കായ നോക്കിയിട്ട്. ഇവിടെ 2 സൈഡിൽ കൂടെയും ഏലക്കായ ഞാൻ തോന്നുന്നുണ്ട്. ആ മരാണ്, എന്താണ് എനിക്ക് അറിയില്ല അത്. അപ്പോ ഇതിന്റെ നടുവ് കൂടെ ഇങ്ങനെ നടന്നിട്ടാണ് ഞങ്ങളുടെ ടെന്റ് വരുന്നത്. അവിടെ എത്തിയിട്ട് കാണിച്ചുതരാം. ഓക്കെ, ഞങ്ങള് അങ്ങനെ ക്യാമ്പ് സൈറ്റിൽ എത്തിട്ടോ. ഞാൻ കാണിച്ചുതരാം. ഇതാണ് കേട്ടോ ക്യാമ്പ്. ലൈവായിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പായിരിക്കും രാത്രിക്ക് ആകുമ്പോ. കോട ഇറങ്ങും. ഇപ്പൊ തന്നെ ചെറിയൊരു തണുപ്പുണ്ട്. അടിപൊളിയാണ്. ഇതാ അതിന്റെ ഉള്ളില് കൊറേ സാധനം ഉണ്ട്. ഒന്നിന്റെ ഉള്ളില് 3 ആള് പോവില്ലേ?
നമുക്ക് ഇല്ലല്ല, നമുക്ക് മൂന്നാക്കും കൂടെ ഒരെണ്ണ. യെസ്, അപ്പൊ ഇതാണ് നമ്മള് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം. അടിപൊളിയാണ്. ഒരു ഹില്ലേരിയ ആണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും നല്ല മഞ്ഞ് വരും. ഇപ്പൊ തന്നെ ചെറിയ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് വ്യൂ. രാവിലെ ഇവിടെ അടിപൊളിയാവും. ഞങ്ങളിവിടെ ക്യാമ്പിലെത്തി. ചെക്ക് ഇൻ ചെയ്യണം. 2 മണിക്കാണ് ചെക്ക് ഇൻ ടൈം ഉള്ളത്. ഇവിടെ ഓൾറെഡി ഉള്ള ഗസ്റ്റുകളുണ്ട്. അപ്പോൾ അവർ പോയാലാണ് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വൈകുന്നേരം 4 മണിക്കാണ് നമ്മളുടെ ഈ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രക്കിംഗ് അല്ല, ഇവിടെ ഒരു ആനയിറങ്ങും ഡാമോ അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു ഡാമുണ്ട്. നേരെ ഫ്രണ്ടിലാണത്. ഞങ്ങളെ ക്യാമ്പിന്റെ നേരെ ഫ്രണ്ടിലാണ് അവിടെ ബാക്കില്. അപ്പോൾ 5 മണിക്ക് അങ്ങോട്ട്, അത് കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നിട്ട് ഫുഡ്, ക്യാമ്പ് ഫയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇനി നീട്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി ആവും. ഇനി വൈകുന്നേരത്തെ വിശേഷങ്ങളും രാവിലത്തെ വിശേഷങ്ങളും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ വേറൊരു വ്ളോഗ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ എന്നാൽ കുറച്ചു നേരം കൂടെ ഇവിടെ ഇരുന്നിട്ട് പ്രകൃതി ഒന്ന് ആസ്വദിക്കട്ടെ. നല്ല കാറ്റാണ്. നാളെ രാവിലത്തെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം കൊളുകുമലൈ വ്യൂ പോയിന്റിലാണ്. ഞാൻ ശരിക്കും ഉദ്ദേശിക്കുന്ന ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഒരു ഓറഞ്ച് ലൈറ്റ്, പിന്നെ ബ്ലൂ സ്കൈ, ഫുള്ള് ഫോഗൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ക്ലൈമറ്റ് ആണ്. ദൈവം സഹായിച്ച് അങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു. ഇന്ന് രാവിലെ വരുന്ന സമയത്ത് ഞാൻ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് കണ്ടത്. അപ്പോൾ ഒരു വിശ്വാസമുണ്ട് നാളെ കാണാൻ പറ്റുമായിരിക്കും. പിന്നെ പ്രകൃതിയുടെ കാര്യമല്ലേ, അപ്പോൾ അത് തോന്നുന്നത് പോലെയാണ് ഉണ്ടാവുക. എന്താണോ കാണാൻ പറ്റുന്നത് അത് ആസ്വദിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുക. നാളെ കാണാം കേട്ടോ. ടാറ്റാ.